സദാനന്ദ മാസ്റ്റർ, ഈ ജയിലിലേക്ക് പോകുന്ന കുറ്റവാളികൾ അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ MK ഹരിദാസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു, കൃപേഷ്, ശരത് ലാൽ ഇവരെ കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ, മുൻ MLA കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ, പിന്നെ ഒരു DYFIയുടെ നേതാവും, അവർ പെട്ടെന്ന് തന്നെ 2 മാസത്തിനകം തന്നെ ഇറങ്ങിപ്പോയി. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ PM മനോജിൻ്റെ സഹോദരൻ PM മനോരാജ് 4 മാസത്തിനിടയിൽ അയാൾക്ക് പരോൾ ലഭിച്ചു. ഇപ്പോഴിതാ അയാളുടെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ അയഞ്ഞു കൊടുത്തു എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളെ ആക്രമിച്ച് കോടതി ശിക്ഷ വിധിച്ചിപ്പോൾ ജയിലിൽ പോയവർക്കും ഇത്തരത്തിലുള്ള പഴുതുകൾ ഉപയോഗിച്ച്, മാത്രമല്ല ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി പ്രോസിക്യൂഷൻ്റെ സഹായത്തോടുകൂടി ഇനിയിപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോയാലും അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ. നേരത്തെ ശ്രീ മോൻസി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെയുള്ള ഈ പോക്ക് അത് ഇനിയും അനുവദിച്ച് കൊടുക്കണമോ? ശക്തമായ ഒരു ഇടപെടൽ അനിവാര്യമായിരിക്കുകയല്ലേ? അതെ, ശരിയാണ് അനിൽ നമ്പ്യാർ പറഞ്ഞത്. അതായത് കോടതികൾ ശിക്ഷാർഹരാണ് എന്ന് കണ്ടെത്തുന്ന ആളുകളെ ജയിലിലടയ്ക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ സങ്കല്പം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്താനും ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന ഒരു മാനസികാവസ്ഥയിലെത്താനും സാഹചര്യമൊരുക്കുന്ന, അല്ലെങ്കിൽ മനപരിവർത്തനത്തിന് സാഹചര്യമൊരുക്കുന്ന ഒന്നാണ് ജയിൽ ജീവിതം എന്നൊക്കെയാണല്ലോ നമ്മുടെ വിശാലമായ നമ്മുടെ സങ്കല്പം. ആ സങ്കല്പത്തിൽ നിന്ന് വേറിട്ട് ഇതെല്ലാം ചെയ്തത് നമ്മുടെ അവരുൾക്കൊള്ളുന്ന പാർട്ടിക്ക് വേണ്ടിയാണ്, പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് എന്ന ചിന്ത ഉറപ്പിക്കാനും, ആ ചിന്തയോടൊപ്പം ഇതുവഴി ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും പാർട്ടി തണലൊരുക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്നൊരു ബോധ്യം അവരിൽ ഉണ്ടാക്കാനുമുള്ള പരിശ്രമമാണ് ഈ കാണുന്നതൊക്കെ. അത് നാം ആഗ്രഹിക്കുന്ന സാമൂഹ്യ പരിവർത്തനമെന്നോ അതല്ലെങ്കിൽ ഈ കുറ്റവാസന ഉള്ള ആളുകൾക്ക് മനപരിവർത്തനത്തിനുള്ള സാഹചര്യം ഒരുക്കുമെന്നോ ഉള്ള നമ്മുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമാണ്. അതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പം ജയിലിലേക്ക് അയക്കപ്പെടുന്ന പ്രതികൾക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 1-2 മാസം കഴിയുമ്പോൾ എന്തിൻ്റെയൊക്കെയെങ്കിലും പേരിൽ പുറത്തേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക. അപ്പോൾ അത് ഒന്നുകിൽ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായത്തിൻ്റെ പേരിലാവാം, അതല്ലെങ്കിൽ അസുഖങ്ങളുടെ പേരിലാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് പുറത്തേക്ക് വരാനുള്ള സാഹചര്യമൊരുക്കാൻ CPIM പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ശ്രമം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും, അതിൻ്റെ സൂചനകളുമുണ്ട്. അതാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ തന്നെ ജയിലിലേക്ക് അവരെ അയക്കാൻ വേണ്ടി വന്നെത്തുന്നു എന്നുള്ളതും, കുടുംബങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം അതില്ലാതെയാക്കാനാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്നൊക്കെ പറയുന്നത് ചില സൂചനകളാണ്. എന്ന് വെച്ചാൽ അടുത്ത ദിവസം തന്നെ അവരെ ജയിലിന് പുറത്തേക്ക് എത്തിക്കാനുള്ള പരിശ്രമം ഞങ്ങളായിട്ട് നടത്തുന്നുണ്ട് എന്നതിൻ്റെ പരോക്ഷമായ പ്രഖ്യാപനം കൂടിയായിട്ട് വേണം അതിനെ കാണാൻ. മുൻ അനുഭവങ്ങളും ഉണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച്. ഇപ്പം താങ്കൾ തന്നെ നേരത്തെ കൊടിസുനിയുടെയും കിർമാനിയുടെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ ഒരു വർഷം 365 ദിവസമുള്ള ഒരു വർഷത്തിൽ പകുതിയിലേറെ ദിവസവും പരോളിൽ കഴിഞ്ഞ അനുഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. TP വധക്കേസിൽ തന്നെ TPയുടെ ധർമ്മപത്നി ബഹുമാന്യായ MLA KK രമ, ഇവർക്ക് നിരന്തരം പരോൾ എതിരെയുള്ള നിയമ പോരാട്ടം നടത്തുന്നതൊക്കെ നമുക്കറിയാം. അത് ഇവർ ജയിലിൽ തന്നെ കഴിയട്ടെ എന്നുള്ള നിലയ്ക്കല്ലല്ലോ, അത് നീതി തേടി പോകുന്ന ആളുകൾക്ക് അത് ലഭിക്കണം. നീതി ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ആരാണോ നമ്മളെ കൊല്ലാനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അംഗഭംഗം വരുത്താനോ ഒക്കെ പരിശ്രമിച്ചത് അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ഇരകൾക്ക് നീതി ലഭിച്ചു എന്ന ബോധ്യമുണ്ടാവുക. ആ ബോധ്യത്തിന് ഘടകവിരുദ്ധമാണ് ഈ നിലപാടുകളൊക്കെ.
പക്ഷേ ഇതിവർ അനുവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഈ പറയുന്ന പുറത്തേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല, ജയിലിലും ഇവർക്ക് മറ്റ് തടവ് പുള്ളികൾക്കില്ലാത്ത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. സ്വതന്ത്രമായി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ, അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് ആവശ്യത്തിലേറെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ജയിലിന്റെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി ചുമതലപ്പെടുത്തുന്ന ജയിൽ ഉപദേശക സമിതി ഈ സംവിധാനങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഉപയോഗം എന്ന് പറഞ്ഞുകൂടാ, ദുരുപയോഗം നടത്തിക്കൊണ്ട് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്, ഈ പറയുന്ന ജയിലിലേക്ക് പോയ ആളുകളൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, ഇത് ഈ പറയുന്ന ജയിലിലേക്ക് പോകുന്ന ആളുകളോടുള്ള വ്യക്തിവിരോധമോ അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയോടുള്ള ആശയപരമായ വിയോജിപ്പോ ഒന്നുമല്ല. ഒരു സാമൂഹിക പ്രശ്നം എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ഇനി നടക്കരുത് എന്ന് താല്പര്യമുള്ളതുകൊണ്ട് അത് നടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തെറ്റായ പല പ്രവണതകളും മുളപൊട്ടും, അത് വളർന്നു വികസിക്കും, അത് അരാജകത്വത്തിലേക്കോ അസ്വസ്ഥതകളിലേക്കോ നമ്മെ നയിക്കും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതില്ലാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, അഭികാമ്യമായി തീരുന്നത്, അത് അന്വേഷിക്കേണ്ടി വരും, ആ വഴിക്ക് സഞ്ചരിക്കേണ്ടി വരും. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.